ആണവായുധങ്ങൾ സജ്ജീകരിച്ച റഷ്യ എന്തിനും തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മോസ്കോയിൽ തിടുക്കപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, ഏത് സമയവും ഒരു യുദ്ധത്തിന്, അതും അതിനിർണായകമായ ഒരു തീരുമാനത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് റഷ്യ. ഉക്രൈനുമായുള്ള യുദ്ധം നമുക്കറിയാം, അത് പരിപൂർണമായി അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാകുന്നില്ല. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. റഷ്യയുടെ സാമ്പത്തിക സ്രോതസ് മരവിപ്പിച്ചുകൊണ്ട് ഒരുത്തനും അങ്ങനെ ഞെളിയണ്ട എന്ന് റഷ്യ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പലയിടത്തും. അമേരിക്ക വിചാരിച്ചാൽ പൂട്ടിക്കെട്ടാൻ കഴിയുന്നതല്ല റഷ്യയുടെ സാമ്രാജ്യ ശക്തി. സോവിയറ്റ് യൂണിയനെ തകർത്തു എന്ന് കരുതി റഷ്യ പരിപൂർണമായി തകർന്നടിഞ്ഞു, ഒന്നുമില്ലാതായി, പാപ്പരാസിയായി എന്നല്ല അതിനർത്ഥം. റഷ്യക്ക് പല വഴികളുണ്ട്, പല മാർഗങ്ങളുണ്ട്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് വെറുതെയല്ല, ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഇറാനുമായി സഹകരിച്ച് പുതിയ നീക്കങ്ങൾ അറബ് രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് തുടങ്ങാൻ വേണ്ടി കൂടിയാണ് റഷ്യ തയ്യാറെടുക്കുന്നത്. എന്തിനുള്ള പുറപ്പാടാണ് പുടിൻ നടത്താൻ പോകുന്നതെന്ന് യൂറോപ്യൻ യൂണിയനും അതുപോലെ അമേരിക്കയും ഒരുപോലെ ചിന്തിച്ചിരിക്കുന്ന സമയമാണിത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് ഏറെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ്. അതത്ര എളുപ്പമല്ല എന്നറിയാം. മിഖായിൽ ഗോർബച്ചേവ് തകർത്ത് തരിപ്പണമാക്കിയ സോവിയറ്റ് യൂണിയൻ എന്ന സാമ്രാജ്യത്വത്തെ തിരികെ കൊണ്ടുവരാൻ വ്ളാഡിമിർ പുടിൻ ഈ യുഗത്തിൽ വിചാരിച്ചാൽ കഴിയുമോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഉപരി ആ ഒരു മനസ്സ്, അതിനുവേണ്ടിയുള്ള ഒരു ദൃഢനിശ്ചയം, അതാരും കാണാതെ പോകരുത്. കാരണം ഇത്രയേറെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുമ്പോഴും റഷ്യ അവരുടെ കോൺഫിഡൻസ് അടിയറവ് വയ്ക്കുന്നില്ല. അവർക്കറിയാം അവരെ സഹായിക്കാൻ പല രാജ്യങ്ങളും വരും. കാരണം പല രാജ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുമായാണ് റഷ്യ ഇപ്പോഴും നിൽക്കുന്നത്. ഇറാൻ്റെ പ്രശ്നങ്ങൾക്കും അറബ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്കും വലിയ ഒരു പരിഹാരം റഷ്യയെ കൊണ്ട് തന്നെ നടത്താൻ കഴിയും. റഷ്യയുടെ സൈന്യം അത്ര ചെറുതല്ലാത്തത് തന്നെയാണ്. അവർക്ക് ഇസ്രയേലിനെയും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളെയും നിഷ്പ്രയാസം തകർത്തെറിയാനുള്ള ആർജവമുണ്ട്, കരുത്തുണ്ട്, അതിനുള്ള മാനവശേഷിയുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പെരുമാറ്റം. ആങ്കറേജിൽ വെച്ച്, അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് എന്തുകൊണ്ടാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച വിജയിക്കാതെ പോയത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: പുടിന് മനസ്സിലായിരുന്നു. സൗകര്യപ്പെടില്ല എന്ന ഉത്തരം വളരെ ലളിതമായി പുഞ്ചിരി കലർന്ന സ്വരത്തിൽ പുടിൻ പറഞ്ഞു എന്ന് മാത്രം.